ഹലോ. അപ്പം നമുക്ക് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? തലേ ദിവസത്തെ അഗാധമായ ചിന്തകൾക്കൊടുവിൽ അവസാനം ആ പ്ലാനിങ്ങിലെത്തി. നാളെ നമുക്ക് പിടിയും കടലക്കറിയുമായാലോ? അതുകൊണ്ട് തന്നെ തലേ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരല്പം കടലക്ക വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം എടുത്ത് കഴുകി ഒന്ന് വാഷ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. കടലക്കറി നമുക്ക് പല രീതിയിൽ വെക്കാം. പക്ഷെ ഞാനിപ്പോൾ കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നൊരു രീതിയുണ്ട്. എല്ലാ മസാലകളും ആദ്യം തന്നെ കടലക്ക വേവിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ ഇടും. എന്നിട്ട് വേവിക്കും. അതിന് ശേഷം മാത്രം വേറൊരു മസാലക്കൂട്ടിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്ന രീതി. ഇത് 2 പ്രാവശ്യം ഞാൻ 2 വീഡിയോകളായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരോടും ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതെനിക്ക് തന്നെ ഇതുപോലെ ഈ വീഡിയോസുകളിൽ നിന്നും കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ. അതായത് ഈ കുക്കറിൽ വെക്കുന്ന മസാലകളും മറ്റുള്ള ഏത് സാധനങ്ങളായാലും പുറത്തേക്ക് പൊന്തി വരില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരല്പം വെളിച്ചെണ്ണ അതിലേക്ക് ആ ഒരു കുക്കറിൻ്റെ മൂടീൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ നോർമൽ കടലക്കറി മാത്രം വെച്ചിട്ട് വെക്കാമെന്നായിരുന്നു പ്ലാൻ ഇട്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ബാക്കി ബാലൻസ് ഉള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു അത് കണ്ടത്. അപ്പോൾ അതുകൂടി വീണ്ടും ഞാൻ എല്ലാം ഇട്ട് മൂടി വെച്ചതായിരുന്നു കുക്കറിൽ. അപ്പോൾ അത് വീണ്ടും തുറന്ന് ഓപ്പണാക്കി ഇത് കഴുകി മുറിച്ച് ഈ ഒരു പീസും കൂടി അതിലേക്ക് ഇട്ട് വീണ്ടും കുക്കർ വെച്ചു അടുപ്പത്ത്. പിന്നെ ഇടുന്ന മസാലകൾ അങ്ങനെ വലിയ കണക്കൊന്നുമില്ല കേട്ടോ. മീൻസ് എല്ലാം കാൽ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം കുറച്ചല്ലേ വേണ്ടുള്ളൂ. മസാലകളൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. പിന്നെ ഓൾറെഡി അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉള്ളിയിൽ വറുത്തിട്ട് കുറച്ച് മസാല അതിലും ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പ്ലിറ്റിലായിട്ട് കുറച്ച് കണക്കാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ബാക്കി ബാലൻസ് വന്ന ഉരുളക്കിഴങ്ങ് വീണ്ടും ഫ്രിഡ്ജിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അത് വയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് പാലിരിക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ ചായ കൂടി അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എപ്പോഴെങ്കിലും വാങ്ങുന്നതായിരിക്കും പാൽ. അപ്പോൾ ബാലൻസ് ഉണ്ടായത് അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതും കൂടി എടുത്ത് ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തത് നമുക്ക് ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ട് മറ്റൊരു മസാലക്കൂട്ടാക്കിയിട്ട് അതിലേക്ക് കടലക്ക ആഡ് ചെയ്യാൻ വേണ്ടേ. സാധാരണ ചിക്കൻ കറിയൊക്കെ ആക്കൂലേ അതുപോലെ നമുക്ക് ചെയ്യാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ തക്കാളിയും ഉള്ളിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ പെട്ടെന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് പിടിയാക്കാനുള്ള മാവ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. സാധാരണ പോലെ തന്നെ കടുക് വറുത്ത് ഉള്ളിയും പിന്നെ പച്ചമുളകും അതേപോലെ തക്കാളിയൊക്കെ ഇട്ട് വരട്ടിയെടുക്കുക. അതാണ് മെയിനായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അല്ലേ. അപ്പം ഞാൻ കറിയിൽ ഉണ്ടായിട്ടുള്ള 2-3 കഷ്ണം പച്ചമുളക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല എരിവായതുകൊണ്ട് മോക്ക് കൂടി കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ അങ്ങനെ എടുത്ത് മാറ്റിയതാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിടിയും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പാടുള്ള ഈ ഒരു വെയിൽ കൊള്ളൽ ഭയങ്കര സുഖമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു പോസിറ്റീവ് എനർജി, ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ആ ഒരു വെയിൽ തട്ടുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷായി മൊത്തത്തിലൊരു നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ മോളെ അംഗനവാടി കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. ബാക്കി എല്ലാ വീട്ടുപണികളും അന്നേരം ആയിരിക്കും ഞാൻ തുടങ്ങുന്നത്. അടിക്കുക, തുടക്കുക, പിന്നെ അറിയിടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്നത്. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ള പണി. അവിടെ ഇവിടങ്ങളിലെല്ലാം ആയിട്ട് പല കളിപ്പാട്ടങ്ങൾ അവിടെയും കിടപ്പുണ്ടാവും. ഇതിപ്പോൾ എടുത്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൾ വന്നാൽ പിന്നെ വീണ്ടും അതെടുക്കും. പിന്നെ അവിടെ എല്ലാം ചിതറിക്കിടക്കും. ഇത് തന്നെയായിരിക്കും മെയിനായിട്ടുള്ള പണി. ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, അടിച്ചു വാരുക. അത്യാവശ്യം കുറച്ച് തുണികൾ കൂടി അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ഞാനങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.